പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഏറെ പ്രകടമാകുന്ന ഒരിടമാണ് ഗവേഷണ മേഖല. അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾക്ക് നൽകേണ്ടി വരുന്ന താങ്ങാനാവാത്ത വില പലപ്പോഴും ഗവേഷണത്തിന് വിലങ്ങുതടിയാണ്. ഇതിന് മാറ്റം വരികയാണ് ജനുവരി 1 ആരംഭിക്കുന്ന വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പദ്ധതിയിലൂടെ. 13,000-ലധികം ഗവേഷക പ്രസിദ്ധീകരണങ്ങൾ ഇനി സൗജന്യമായി വിരൽത്തുമ്പിൽ. സർവകലാശാലകളിലെയും ഉന്നത ഗവേഷണ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇനി മുതൽ സൗജന്യമായി അന്താരാഷ്ട്ര ജേണലുകൾ ലഭ്യമാകും. സർക്കാരിന്റെ വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പദ്ധതി തുറന്നിടുന്നത് അറിവിന്റെ പുതിയ വാതായനങ്ങൾ. സർക്കാർ സഹായം ലഭിക്കുന്ന 6,300-ലധികം പൊതുസ്ഥാപനങ്ങളിലാണ് പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നത്. ഏകജാലക സംവിധാനത്തിലൂടെ സ്പ്രിംഗർ, നേച്ചർ, വൈലി, ടെയ്ലർ ആൻഡ് ഫ്രാൻസിസ് തുടങ്ങി 30ഓളം പ്രമുഖ അന്താരാഷ്ട്ര പ്രസാധകരുടെ ജേണലുകൾ സൗജന്യമായി ലഭിക്കും. UGC നിയന്ത്രണത്തിലുള്ള ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് വഴിയാകും പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാവുക. സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ ജേണലുകൾ വായിക്കാം. 2 കോടിയോളം വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. രാജ്യത്ത് ഉന്നത നിലവാരത്തിലുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2025 മുതൽ 3 വർഷത്തേക്ക് 6,000 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത്. പദ്ധതിയിലൂടെ ലഭ്യമാകുന്ന 70% പ്രസിദ്ധീകരണങ്ങളുടെയും വാർഷിക വരിസംഖ്യ സർക്കാർ അടയ്ക്കും. ഇന്ത്യയെ ആഗോള ഗവേഷണ കേന്ദ്രമാക്കുന്നതിൽ സുപ്രധാന ചുവടുവയ്പ്പാണ് പദ്ധതി. റിസർച്ച് ഡെസ്ക് 24.